കരിമീൻ ഫ്രൈ. കരിമീൻ നല്ല ഫ്രൈ ചെയ്ത പാവയ്ക്കത്തോരൻ, മത്തി, വരാല് ഫ്രൈ, നാരങ്ങ ഉണ്ട്. നാരങ്ങ ജസ്റ്റ് ഇത്തിരി ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ചുമ്മാ മീൻ മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഹംഗ്രി ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായൊരു ഫുഡ് വ്ലോഗ് ചെയ്യാനായിട്ട് വന്നതാണ്. നമ്മൾ സീ ഫുഡാണ്. നമ്മുടെ കുമാരപുരത്തു നിന്ന് അമ്പലശ്ശേരി കടവ് എന്ന് പറയുന്ന കടവിലുള്ള രാജൻ ചേട്ടൻ്റെ കടയാണ്. നമ്മുടെ രാജൻ ചേട്ടൻ്റെ കടയുടെ ലൊക്കേഷൻ വരുന്നത് കുമാരപുരം ജംഗ്ഷനിൽ നിന്നും കവറാട്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആർച്ചിനകത്തൂടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു ആറ് വരും. അതാണ് പല്ലനയാറ്. പല്ലനയാറിൻ്റെ നേരെ സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ഷോപ്പാണ് നമ്മുടെ രാജൻ ചേട്ടൻ്റെ കട. നമ്മുടെ ഈ അമ്പലശ്ശേരി കടവ് എന്ന് പറയുന്ന രാജൻ ചേട്ടൻ്റെ പേര് വെച്ചിട്ടാണ് കേട്ടോ ഈ കട ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ ഇല്ല. രാജൻ ചേട്ടൻ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. രാജൻ ചേട്ടൻ്റെ മകനാണ് ലിജിൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെ അതെ. തിരക്കും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ഉണ്ടോ? ഉണ്ട്, ചില ദിവസം ഇല്ല, ഉണ്ട്. അങ്ങനെ ഇപ്പോഴും രാജൻ ചേട്ടനെ തിരക്കിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രാജൻ ചേട്ടനെ തിരക്കി വന്നായിരുന്നു കേട്ടോ. അന്നേരം അറിഞ്ഞത് ആൾ ഇതുപോലെ അസുഖം കാരണം മരണപ്പെട്ടെന്നുള്ളത് അറിഞ്ഞ്. എന്നാലും ഇവർ അന്നത്തെ അതേ ടേസ്റ്റ് തന്നെ ഇവിടെ ഈ ഫുഡിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ നിലനിർത്തുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് വരാല്, കരിമീൻ, സിലോപ്പിയ കാര്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. വേറെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ വരാറുണ്ടോ? വേറെ കണവ, ഞണ്ട്, കൊഞ്ചൊക്കെ കിട്ടുമ്പോൾ എടുക്കാറുണ്ട്. നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് വള്ളക്കാർ കൊണ്ടുതരും, പിന്നെ ചൂണ്ടക്കാരുണ്ട്. പിള്ളേർ ചൂണ്ടിട്ട് വരാല് ഡെയിലി കൊണ്ടുതരും. പിന്നെ സിലോപ്പിയയിലെ സ്ലിംഗ് ഷോട്ട് അടിക്കുന്നവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ വലക്കാരിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നൊക്കെ ഉണ്ട്. നമ്മുടെ അമ്പലശ്ശേരിയിൽ രാജൻ ചേട്ടൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് കഴിഞ്ഞ വ്ളോഗിൽ ചിമ്മിനി റെസ്റ്റോറൻറ്റിൽ വന്ന നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരാളുണ്ട്, ചിക്കുവളിയൻ്റെ അളിയൻ അക്കുവളിയൻ, അക്ബർ എന്നാണ് പേര്. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഈ അമ്പലശ്ശേരി കടവിലെ രാജൻ ചേട്ടൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ ചിക്കുവളിയൻ. അറിയാ എന്താണ് സീ ഫുഡിനോട് ഇത്ര ഒരു ഇഷ്ടം? സീ ഫുഡ് പണ്ടേ നമുക്കൊരു വീക്ക്നെസ് ആണ്. പിന്നെ രാജൻ ചേട്ടൻ്റെ കട ഒരു നൊസ്റ്റാൾജിക്കാണ്. എല്ലാ വെക്കേഷൻ വരുമ്പോഴും രാജൻ ചേട്ടൻ്റെ കടയിൽ വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. നമ്മളെല്ലാവരും വരുന്നതാണ്. ഇപ്രാവശ്യം വന്നു, അളിയൻ കൂടെ ഉണ്ട്. അളിയനോട് 2-3 വട്ടം പറഞ്ഞു പോകണമെന്ന്. ഇന്നാണ് സമയം കിട്ടിയത്. പത്തനംതിട്ടയിലൊക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സീ ഫുഡ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് ഈ സീ ഫുഡിനോട് കുറച്ച് കമ്പം കൂടുതലായിരിക്കും. പത്തനംതിട്ടയിൽ സീ ഫുഡ് മീനുകളെല്ലാം അവൈലബിൾ ആണ്. മാർക്കറ്റിൽ 2-3 മാർക്കറ്റുകളെല്ലാം ഉണ്ട്, മീൻ അവൈലബിൾ ആണ്. പക്ഷേ സീ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പുകളുണ്ട്. പക്ഷേ എങ്കിലും ടേസ്റ്റി ആയിട്ടുള്ളത് കുറവാണ്. അതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പത്തനംതിട്ട കടന്ന് പല സ്ഥലങ്ങളിലും വരുന്നത്. നമുക്ക് പത്തനംതിട്ടയിലൊരു സീ ഫുഡ് ഷോപ്പ് ഇട്ടാലോ? ഇൻഷാ അല്ലാഹ് അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങണം. നമുക്കുള്ള ഫുഡും കാര്യങ്ങളും ഓർഡർ കൊടുത്തേക്കുവാണ്. നമ്മുടെ കരിമീനും വരാലും ഒക്കെ അവിടെ കുക്കിങ്ങിലാണ്. നമുക്കിപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോകാം. നമ്മുടെ രാജൻ ചേട്ടനാണ് കേട്ടോ ഇത്. സ്നേഹത്തോടെ ഭക്ഷണമൊക്കെ നമുക്ക് വെള്ളം തന്നിരുന്ന ഒരു ചേട്ടനാണ് നമ്മുടെ രാജൻ ചേട്ടൻ. അവിയല്, നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ്, പാവയ്ക്കത്തോരൻ, മത്തി, കക്കത്തോരൻ, മീൻപീര, വെണ്ടയ്ക്ക, അവിയൽ, സലാഡ്. കപ്പയുണ്ട്, കപ്പ ഇപ്പോൾ വരും. നമുക്കുള്ളതാണ്ട് കരിമീന്, വരാല് ഫ്രൈ, സിലോപ്പിയ, പിന്നെ കരിമീൻ. നമുക്കുള്ള വരാല് ഫ്രൈ വന്നിട്ടുണ്ട്. വരാലും കരിമീനും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം എടുത്തത് വരാലാണ്.
നല്ല വരാൽ ഫ്രൈ, നാരങ്ങ ഉണ്ട്. നാരങ്ങ ജസ്റ്റ് ഇത്തിരി ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ചുമ്മാ മീൻ മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഓവർ സ്പൈസി അല്ല, മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൊള്ളാം. കരിമീൻ ഫ്രൈ, കരിമീൻ നല്ല ഫ്രൈ ചെയ്തെടുത്തതുണ്ട്. കരിമീൻ്റെ രുചി ഒന്ന് വേറെ തന്നെ. കായൽമീനിൽ കരിമീൻ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ. കരിമീൻ കൊള്ളാം കേട്ടോ. നമുക്കിനി ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മീൻകറി, പിന്നുണ്ട് കക്കത്തോരൻ. ചൂരയാണ്. ഓ, നമ്മളെ അടുത്ത സിലോപ്പി എത്തിയിട്ടുണ്ട്. കുറച്ച് സിലോപ്പി കൊണ്ട് പിടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ചൂട് സിലോപ്പി ഇടാം. ഇത്തിരി സവോള, കൊള്ളാം കേട്ടോ. നമ്മുടെ സിലോപ്പിയ കൊള്ളാം കേട്ടോ. വലിയ സിലോപ്പിയാണ്. സിലോപ്പിയുടെ നല്ല ചൂട് സിലോപ്പിയ. പിന്നാണ്ട് വരാല്. ഒരു സാധനം ചിക്കളിയാ. മീനൊക്കെ കഴിച്ചിട്ട് പഴയ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. പണ്ട് മീൻ വിഭവങ്ങൾ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. ചോറ് മതി, അത്ര മതി. ഞാൻ സിലോപ്പിയയിലാണ് ട്രൈ ചെയ്ത്, വരാലും ട്രൈ ചെയ്തു. കരിമീൻ ഇനി വരുന്നേ ഉള്ളൂ അങ്ങോട്ട്. സൂപ്പർ, എന്തെല്ലാം ടേസ്റ്റ് തന്നെ നിലനിർത്തുന്നുണ്ട്. പിന്നെ ഏക ഒരു മിസ്സിങ്, എന്ത് വേണം എന്ന് ചോദിച്ച് പറയുന്ന രാജൻ ചേട്ടൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. ശരിയാ, അത് വല്ലാത്തൊരു മിസ്സിങ് ആണ്. അത് വേറെ ഇപ്പം രാജൻ ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു അനിയനോ ബന്ധുവാണെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം മോനുണ്ട്, അദ്ദേഹം ഇങ്ങനെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പം ആ പഴയ ഒരു ആംബിയൻസ് എല്ലാം നിലനിർത്തുന്നുണ്ട്. വരാലൊക്കെ ആവശ്യത്തിന് കേട്ടോ. മീൻ വിഭവങ്ങൾ കഴിച്ചിട്ടും തീരുന്നില്ല കേട്ടോ. ഞങ്ങൾ 5 പേരുണ്ട്. 5 പേര് കഴിച്ചിട്ടും ഹെവി ആയി. അത് എങ്ങനെയുണ്ട് ഫുഡൊക്കെ, ഓവറോൾ എക്സ്പീരിയൻസ്? ഫുഡ് വേറെ ലെവലാണ്. ഞങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. എല്ലാ തവണ വരുമ്പോഴും ഫിഷ് ഐറ്റംസ് ആണ് മെയിൻ ഇവിടെ. അപ്പോൾ ഒരുപാട് ഫിഷ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം കൊള്ളാം, നല്ല ടേസ്റ്റാണ്. കഴിച്ചിട്ടും തീരുന്നില്ല. മീറ്റൊക്കെ വലിയ ഫിഷാണ് കേട്ടോ. വരാലാണെങ്കിലും സിലോപ്പി ആണെങ്കിലും വലിയ ഫിഷാണ്. കാരിയുടെ മുട്ട സ്പെഷ്യൽ സാധനം കേട്ടോ. ഒരു വെറൈറ്റിയാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല രസം കേട്ടോ ഇത് കഴിക്കാൻ. ഇന്നത്തെ വിഭവങ്ങളിൽ കാരിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരി തീർന്നു പോയതാ. മുട്ട സ്പെഷ്യൽ ഐറ്റം കേട്ടോ, ഒരു വെറൈറ്റി. നമ്മളിവിടെ നേരത്തെ ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേക്കിന് നമ്മുടെ രാജൻചേട്ടനുള്ള സമയത്ത് മക്കളെ ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന ആൾ വീണ്ടും ഒരു ഇച്ചിരി കൂടെ ചോറെങ്കിലും ഇട്ട് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. രാജൻചേട്ടൻ്റെ ആ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ. ഇപ്പം ആ റോള് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചേട്ടൻ്റെ പേരെന്താ? സുരേന്ദ്രൻ ചേട്ടനാണ്. സുരേന്ദ്രൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, ഇങ്ങനെ പോകുന്നത്. ചേട്ടൻ രാജൻചേട്ടൻ്റെ ആരാ? ചേട്ടത്തിയുടെ ഭർത്താവ് അല്ലേ? ഇവിടെ എത്ര മണി വരെ നമ്മുടെ ഇവിടുത്തെ സമയം കാര്യങ്ങളൊക്കെ? 3 മണി വരെയാണ്. പിന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഒരു 12 മണിക്ക് തുടങ്ങിയാൽ ഒരു 3 മണി വരെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ 4 മണിക്കാണ് വരുന്നെങ്കിൽ അത് അതുവരെ ഇരിക്കും. എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും, ഞായറാഴ്ചയുണ്ട്, എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. ഒരു ദിവസം പോലും നമുക്ക് അവധിയില്ല. പിന്നെ ഞങ്ങൾ ഇത് 34 വർഷം കൊണ്ട് നടത്തുന്നതാണ്. 34 വർഷമായിട്ടുണ്ട്. 34 വർഷമായി.
ചെറിയ തോതിൽ ഇങ്ങനെ ബസ്സുകാർക്ക് തുടങ്ങി ഈ അങ്ങനെയാണ് ഈ പരിവായത്. അതാ വളർത്തു മീൻ നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ കരിമീനായാലും വരാലായാലും സിലോപ്പി ആയാലും പിള്ളേർ ഇവിടെ കൊണ്ടുവരും. ചൂണ്ടയിട്ടും അല്ലാതെ ഉടക്കോലയിട്ടും ഒക്കെ ഇവിടെ കൊണ്ടുവരും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് അളിയൻ എപ്പോഴും പറയും ഇവിടെ വരണമെന്ന്. പിന്നെ വന്നത് എന്തായാലും വേസ്റ്റ് ആയിട്ടില്ല. അടിപൊളി ഫുഡും മീനും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അളിയൻ പോയാലും അടുത്ത കൂട്ടുകാരുമായിട്ട് നമ്മളിവിടെ വരുന്നതായിരിക്കും. നമുക്ക് വേണ്ട രസവും കൂടെ കഴിച്ചിട്ട് നമ്മുടെ ഊണങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. വയറ് ഫുള്ളായി കേട്ടോ. നമ്മുടെ അവസാനം കൊണ്ടുതന്ന കാരി കേട്ടോ, കാരിയുടെ മുട്ട, അതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഒരു നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു, ഉള്ളു മാത്രം ബാക്കി. നമ്മുടെ രാജേട്ടൻ്റെ കടയിലെ ഉച്ചയൂണ് സമയം എന്ന് പറയുന്നത് 12 മണിക്കാണ്. 12 മണി തൊട്ട് 3 മണി വരെയാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ഏതൊക്കെ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവർ മാറ്റി വെക്കും. നമ്മൾ വരുമ്പോൾ അവർ കുക്ക് ചെയ്ത് തരും. നമ്മുടെ ഇവിടുത്തെ ഊണിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. വേറെ സ്പെഷ്യൽ ഐറ്റം ഒന്നും മേടിക്കാതെ തന്നെ നമുക്ക് ആ ഒരു ഊണ് മാത്രമായിട്ട് കഴിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല അടിപൊളി കേരക്കറി, പുളിശ്ശേരി, കക്കാത്തോരൻ, മത്തി വറുത്തത്, എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. സ്പെഷ്യൽ ഫുഡിന് വരുന്നത് കരിമീന് വരുന്നത് 250 രൂപ, സിലോപ്പിക്ക് വരുന്നത് 200 രൂപ, പിന്നെ വരാലിന് വരുന്നത് 300 രൂപ. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് വന്നത്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ തന്നെ കേട്ടോ. ഇവിടെ നേരത്തെ വരുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ നമ്പർ കൊടുക്കാം, വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കപ്പം വരുന്ന സമയത്ത് ഒരുപാട് റഷ് ഇല്ലാതെ ഇവിടെ ഇരുന്ന് സമാധാനത്തോടെ ഫുഡ് കഴിക്കാം. നമ്മുടെ ഈ കടയുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് പല്ലന ആറാണ് കേട്ടോ. ഈ ആറിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ ചേട്ടാ? ഇവിടെയാണ് മഹാകവി കുമാരനാശന്റെ പേരിൽ നടക്കുന്ന വള്ളങ്ങൾ നടക്കുന്നത്. ഇവിടെ കുമാരനാശ സ്മാരക ട്രോഫി ഗോകുലം ഗോപാലിന്റെ മകന്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുത്തേക്കുന്നത് സ്വർണ്ണക്കപ്പാണ് ഇവിടുത്തെ കപ്പ്. ഓക്കെ. അങ്ങനെ നമ്മുടെ അമ്പലശ്ശേരി കടവിലെ ഫുഡിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.